നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസർ, എക്സൈസ്, ഫയർമാൻ, ഫയർ വുമൺ, അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മൾ ഏകദേശം എല്ലാ പരീക്ഷകളിലും നമ്മൾ അപ്ലൈയും ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ എന്തായാലും ഈ പറയുന്ന പരീക്ഷകളൊക്കെ ഏതൊക്കെ മാസങ്ങളിലാണ് നടത്താനായിട്ടുള്ള സാധ്യതയുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങളുടെ PSC പഠിക്കുന്ന കുട്ടികളിലേക്കും കൂട്ടുകാരിലേക്കും PSC ഗ്രൂപ്പുകളിലേക്കൊക്കെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ നടത്താനായിട്ട് പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷ, അതിന്റെ മെയിൻസ് പരീക്ഷ നടത്താനായിട്ട് പോകുന്നുണ്ട്. അത് ഈ 2025 മാർച്ച് മെയ് മാസങ്ങളിലായിട്ടായിരിക്കും ഈ പരീക്ഷകൾ ഉണ്ടാവുക കേട്ടോ. 2025 മാർച്ച് മെയ് മാസങ്ങളിൽ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന്റെ മെയിൻസ് പരീക്ഷ നടക്കുകയുണ്ടാവും. അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ 10th പ്രിലിംസിനകത്ത് വരുന്ന പരീക്ഷകളായിരുന്നു അല്ലെ. അപ്പൊ 2025 മാർച്ച് മെയ് മാസങ്ങളിൽ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷ ഉണ്ടാവും. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ്, നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് പരീക്ഷ ഉണ്ടാവുന്നത് 2025 മെയ് ജൂലൈ ആ ഒരു സമയത്തായിരിക്കും കേട്ടോ. മാർച്ച് മെയ് ജൂൺ ജൂലൈ ആ ഒരു സമയത്തിലായിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് പരീക്ഷ. നിങ്ങൾക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന് ശേഷം മെയിൻസ് പരീക്ഷ ഉണ്ടാവും. മെയിൻസ് പേപ്പർ തന്നെ 2 പേപ്പറാണ് മെയിൻസ് പേപ്പർ. അപ്പൊ അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വീഡിയോയെ അതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് 2025 മെയ് ജൂൺ ജൂലൈ ആ ഒരു സമയത്തിനകത്തായിരിക്കും മിക്കവാറും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് പരീക്ഷ ഉണ്ടാവുക. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷ ഉണ്ടാവാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഓക്കെ, ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്തായിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷയും ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ പ്രിലിംസ് പരീക്ഷ. ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ പോലീസിന്റെ പ്രിലിംസിന്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് മെയ് ജൂൺ ജൂലൈ എന്ന് പറഞ്ഞാല് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് പരീക്ഷ നടക്കുന്ന ഒരു സമയത്തുണ്ടല്ലോ എന്ന് പറഞ്ഞാല് ഡിഗ്രി പ്രിലിംസ് ആയിട്ട് തന്നെ നടക്കും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിന്റെ കൂടെ തന്നെ സബ് ഇൻസ്പെക്ടറിന്റെ പ്രിലിംസ് എന്ത് ചെയ്യും, നടത്തുന്നതായിരിക്കും. അതും ഈ പറയുന്ന മെയ് ജൂൺ ജൂലൈ ആ ഒരു സമയത്തായിരിക്കും സബ് ഇൻസ്പെക്ടറിന്റെ പ്രിലിംസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ്, ഒക്ടോബർ സമയത്തായിട്ടായിരിക്കും സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് പരീക്ഷ. ഓക്കെ, SSIയുടെ മെയിൻസ് ആണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രിലിംസിന്റെ മെയിൻസ് പരീക്ഷ 2025 ഓഗസ്റ്റ്, ഒക്ടോബർ സമയത്തായിട്ടായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുന്നത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസർ, IRB. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യകേന്ദ്രം അല്ലെ. അപ്പൊ എക്സൈസിന്റെ പരീക്ഷ, അതുപോലെ തന്നെ വിമൻ എക്സൈസിന്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് 2025 മെയ് ജൂൺ ജൂലൈ, മിക്കവാറും ജൂൺ ജൂലൈ ആ ഒരു സമയത്തായിരിക്കും എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ, മെയിൻസ് പരീക്ഷ. സിവിൽ പോലീസ് ഓഫീസറിന്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ്, മിക്കവാറും ഈ ജൂൺ ജൂലൈ ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും സിവിൽ പോലീസ് ഓഫീസറിന്റെ മെയിൻസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ IRBയുടെ റെഗുലർ വിങ്ങിന്റെ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് ജൂൺ ഓഗസ്റ്റ് ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും IRBയുടെ പരീക്ഷ. ചുരുക്കത്തിൽ പറഞ്ഞാല് എക്സൈസ്, CPO, IRB ഇത് മൂന്നിന്റെയും പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഒരു ജൂൺ ജൂലൈ കൂടിപ്പോയാൽ ഓഗസ്റ്റ് ആ ഒരു സമയത്ത് എന്തായാലും പരീക്ഷ ഉണ്ടാവും. അപ്പൊ നമ്മുടെ മുന്നിൽ ഏകദേശം എത്ര മാസമുണ്ട്? 6 മാസത്തെ ആ ഒരു സമയം, ടൈം ഗ്യാപ്പ് നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു ടൈം നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഈ പറയുന്ന CPO അല്ലെങ്കിൽ WCPO പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന എക്സൈസ്, IRB പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ചാനലിൽ നിലവിലെ ക്ലാസ്സുകളും ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ പറയുന്ന ഫോഴ്സ് പരീക്ഷകൾ എന്ന് പറയുമ്പോൾ 2025 നടക്കാൻ പോകുന്ന പോലീസ്, എക്സൈസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് പരീക്ഷകൾ, അതുപോലെ തന്നെ 2025 ശേഷം വരാൻ പോകുന്ന നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഫോഴ്സ് 2025 എന്നൊരു ബാച്ച് നമ്മൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബാച്ചിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് 999 രൂപയ്ക്ക് നിലവിലിപ്പോ ഈ പറയുന്ന എല്ലാ ബാച്ചിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിൽ തന്നെ IRBയും കൂടി വരും കേട്ടോ. IRBയുടെ ബാച്ചും കൂടി ഇതിനകത്തുണ്ടാവും. അപ്പോ ഈ പറയുന്ന ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഈ ബാച്ചിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ ഈ പറയുന്ന എല്ലാ
ഫോഴ്സ് എക്സാംസിന്റെയും ക്ലാസ്സുകളും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ നോട്ട്സ്, മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ എല്ലാം കൂടെ വരുന്ന ഒരു ബാച്ച് ആയിരിക്കും. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യുക. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഒരുപാട് പേര് പോസ്റ്റിലേക്ക് വരാനായിട്ട് ഒരുപാട് പേര് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അത് കോൾ എനേബിൾഡ് നമ്പർ അല്ല, ഒരു കാരണവശാലും ആ നമ്പറിലേക്ക് കോൾ ചെയ്യരുത്. കോൾ എനേബിൾഡ് നമ്പർ അല്ല, വീണ്ടും പറയുകയാണ്, കോൾ എനേബിൾഡ് നമ്പർ അല്ല, വാട്സ്ആപ്പ് നമ്പർ ആണ്. പേയ്മെന്റ് ചെയ്ത ശേഷം ഈ നമ്പർ തന്നെയാണ് പേയ്മെന്റ് ചെയ്ത ശേഷം അതേ നമ്പറിൽ തന്നെ വാട്സ്ആപ്പിൽ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി, നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അഥവാ നിങ്ങൾക്ക് ഇപ്പോ ഈ പറയുന്ന ഏതെങ്കിലും 1-2 പരീക്ഷയേ ഉള്ളൂ, CPO മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്, അതിന്റെ ബാച്ച് ഉണ്ട്. ഫയർമാന്റെ ബാച്ച് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന്റെ ബാച്ച് ഉണ്ട്. എക്സൈസിന്റെ ബാച്ച് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന്റെ ബാച്ച് ഉണ്ട്. BFOയുടെ ബാച്ച് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന്റെ ബാച്ച് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് നിലവിൽ ഇപ്പോ നമ്മുടെ CPO, WCPO ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഡ്രൈവർ നോട്ടിഫിക്കേഷൻ ഉള്ളവർക്കും നമ്മുടെ ബാച്ചുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഡ്രൈവർ വിളിച്ചിട്ടുണ്ട്, അതിന്റെ ബാച്ചുകൾ നമുക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഫോഴ്സ് എക്സാംസിങ് വന്നിട്ടുണ്ട്. മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ എന്തായാലും എക്സാമിനേഷനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കി എക്സാംസിന്റെ ഡേറ്റ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് IRB, CPO അല്ലെങ്കിൽ നമ്മുടെ ഫയർഫോഴ്സിന്റെ ആയിരിക്കും. അടുത്തിന് നമുക്ക് നോക്കാനുള്ള ഫയർഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ഏകദേശം ആ ഒരു സമയത്ത് തന്നെയായിരിക്കും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ ഒരു സമയത്ത് നമ്മുടെ ഫയർമാൻ എക്സാമിനേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഫയർ വുമന്റെ എക്സാമിനേഷൻ തീർച്ചയായിട്ടും ഈ പറയുന്ന ജൂൺ, ഓഗസ്റ്റ് ആ ഒരു സമയത്ത് തന്നെയായിരിക്കും ഫയർ വുമന്റെ എക്സാമിനേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ASM അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് 2025 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ സമയത്തായിരിക്കും, അല്ലെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ സമയത്തായിരിക്കും ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ ഉണ്ടാവാനായിട്ട് പോകുന്നത്. ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പ്രിലിംസ് പരീക്ഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ജൂൺ, ജൂലൈ സമയത്തായിരിക്കും നമ്മുടെ ഈ പറയുന്ന ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പ്രിലിംസ് പരീക്ഷ ഉണ്ടാവുക. അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ മെയിൻസ് പരീക്ഷ അത് ഓഗസ്റ്റ്, ഒക്ടോബർ സമയത്തായിട്ടായിരിക്കും ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ മെയിൻസ് പരീക്ഷ ഉണ്ടാവാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ 10th പ്രിലിംസ് 2025 10th പ്രിലിംസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഏകദേശം നവംബർ, ഡിസംബർ സമയത്തായിട്ടായിരിക്കും. അടുത്ത നമ്മുടെ 10th പ്രിലിംസ് ഒക്ടോബർ, നവംബർ, ഡിസംബറിലായിട്ടായിരിക്കും ഉണ്ടാവുന്നത് 2025 തന്നെ. അതുപോലെ തന്നെ 2025 നടക്കാൻ പോകുന്ന ഈ പറയുന്ന പ്രിലിംസിന്റെ മെയിൻസ് പരീക്ഷ ഉണ്ടാവാനായിട്ട് പോകുന്നത് 2026 മെയ്, ജൂലൈ ആ ഒരു സമയത്തായിട്ടായിരിക്കും. അടുത്ത നെക്സ്റ്റ് ഒരു 10th പ്രിലിംസ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്തായിട്ടായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ എന്തായാലും പരീക്ഷകളുടെ ജാഗ്രത തന്നെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുന്ന നമ്മുടെ ഈ പറയുന്ന ഫയർഫോഴ്സ്, അതുപോലെ തന്നെ പോലീസ്, IRB, സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഈ പരീക്ഷകളെല്ലാം ഉണ്ടാവാനായിട്ട് പോകുന്നത് ജൂൺ, ജൂലൈ ആ ഒരു സമയത്താണ്. സബ് ഇൻസ്പെക്ടറിന്റെ പ്രിലിംസ് പരീക്ഷ ഈ പറയുന്ന ജൂൺ, ജൂലൈ തന്നെ ഉണ്ടാവും. മെയിൻസ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു സമയത്ത് SIയുടെ മെയിൻസ് ഉണ്ടാവും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ കേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജൂൺ, ജൂലൈയിൽ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ഉണ്ടാവും. മെയ് അല്ലെങ്കിൽ നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ വരാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ സമയത്തായിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷ വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്രയും പരീക്ഷകളാണ് 2025 ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏകദേശ പരീക്ഷകളും ഡേറ്റുകളാണ് പറയുന്നത്. ഇതിന്റെ ഡേറ്റുകളൊന്നും കേരള PSC നിലവിലെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഇത്രയും എക്സാംസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് വരാനായിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സ് 2025 ബാച്ചിന്റെ പുതിയ ബാച്ചാണ് നിലവിൽ നടക്കുന്നത്. അപ്പോൾ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.